അപ്പം നമ്മൾ ഇത് വൈൻഡപ്പിലേക്ക് എടുക്കുകയാണ് കേട്ടോ. വാർത്താപ്രഭാതം പതിവ് പോലെ ഇന്നും അവസാനിക്കാൻ വേണ്ടി കുറച്ച് മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കുന്നു. ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, നിയമസഭയിൽ എന്ത് സംഭവിക്കുന്നു എന്നൊരു കൗതുകം എല്ലാവർക്കും ഉണ്ട്. അത് കാര്യം പി വി അൻവറുണ്ട് നമ്മുടെ മുന്നിൽ, പിന്നെ ADGP അജിത് കുമാറുണ്ട്, പൂരം കലക്കിയ വിഷയങ്ങളുണ്ട്, പിന്നെ അൻവറിൻ്റെ ഗുരുതരമായ ആരോപണങ്ങളുണ്ട്. എല്ലാം ചേർന്ന് നിയമസഭയിൽ ഞങ്ങളിന്ന് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പ്രതിപക്ഷം അങ്ങോട്ട് പോയിട്ടുണ്ട്, തുടങ്ങിയിട്ടുണ്ട്. അപ്പം അർജുൻ ആ PCR നമ്മളെ സഭാ നടപടികൾ കൂടി ഒന്ന് സ്വിച്ച് ചെയ്യാൻ സാധിച്ചാൽ തത്സമയം യെസ് സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ചോദ്യോത്തര വേളയാണെന്ന് തോന്നുന്നു, മറുപടി പറയുന്നു, ഇരിക്കുന്നു. ഇതിൽ സ്പീക്കർ പറഞ്ഞൊരു കാര്യം, സ്പീക്കറെ എന്തോ ഒരു കാര്യം സ്പീക്കറെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഒരു പരാമർശത്തിൽ വലിച്ചിട്ടു. സ്പീക്കറെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അപമാനിച്ചു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. വി ഡി സതീശൻ്റെ പരാമർശം ദൗർഭാഗ്യകരമായി പോയി എന്ന് സ്പീക്കറും പറയുന്നു. ഏതാണ്ട് ചൂടായി വരുന്നുണ്ട് നിയമസഭാ തലം. പ്രതിപക്ഷം ഇന്ന് എന്തൊക്കെ തരത്തിലുള്ള പ്രതിഷേധമാണ് അവിടെ നടത്തുക എന്നത് അല്പ മണിക്കൂറുകൾക്കകം നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം അവർക്ക് നല്ല വടികൾ ഭരണപക്ഷം കൈ കൊടുത്തിട്ടുണ്ട്, സർക്കാർ കൈ കൊടുത്തിട്ടുണ്ട്. അതവരെങ്ങനെ ഉപയോഗിക്കുന്നു നമുക്ക് നോക്കാം. ഇന്നലെ കെ മുരളീധരൻ കൃത്യമായി തന്നെ ADGP അജിത് കുമാറിനെ ക്രമസമാധാന ലോ ആൻഡ് ഓർഡർ ചുമതലയിൽ നിന്ന് പുറത്താക്കി എന്നതിൽ ഇവർക്ക് വലിയ തൃപ്തിയൊന്നുമില്ല, വലുതെന്നല്ല. അത് ഒരു ചെയറിൽ നിന്ന് മറ്റൊരു ചെയറിൽ ഇരുത്തി എന്നൊക്കെ പറയുന്ന രീതിയിലാണ് പ്രതിപക്ഷത്തിൻ്റെ ആ പരാമർശ വിമർശനമൊക്കെ വന്നിട്ടുള്ളത്. അതുകൂടി ഇന്ന് സഭയുടെ നടുത്തോളം പ്രക്ഷുബ്ധമാക്കും എന്ന കാര്യത്തിലൊരു സംശയവും വേണ്ട. ഇപ്പം എനിക്ക് തോന്നുന്നു കൊടുങ്കാറ്റിന് മുമ്പേയുള്ള ശാന്തതയാണ് ഇപ്പം കാണുന്നത്. ഏതായാലും രംഗം ചൂടുപിടിക്കാൻ അല്പസമയം കൂടി ബാക്കിയുണ്ട്. കാരണം നമ്മൾ നിയമസഭ എന്ന് പറയുന്നത് നമ്മളൊരു ചെറുതാക്കി കാണേണ്ട കാര്യമല്ല. കാരണം നിയമനിർമ്മാണ സഭ കൂടിയാണ്. നമ്മളെ ഭരിക്കുന്ന ആളുകൾക്ക് നമ്മളെ ജനകീയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇടപെടാനുള്ള ഒരു വേദി, വളരെ കൃത്യമായ ആത്മാർത്ഥമായി ഇടപെടുന്ന ഒരു വേദി കൂടിയാണ്. അവിടെയാണ് ഈ തർക്കങ്ങളും ഫ്രിക്ഷനും എല്ലാം ചേർന്ന് ഇതിൻ്റെ ഔട്ട്പുട്ട് മൊത്തം ജനങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയുള്ള തന്നെയാണ് വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതിനുമപ്പുറം ചില കലാപരിപാടികളൊക്കെ ഇതിനു മുമ്പ് നടന്നിരുന്നു, അതൊന്നും ഉണ്ടാവാതെ ഏതായാലും സർക്കാരിന് തിരുത്താനുള്ള ശക്തിയായി, ചാലകശക്തിയായി പ്രതിപക്ഷം പ്രവർത്തിക്കുന്നിടത്താണ് കാര്യങ്ങളൊക്കെ വിജയിക്കുന്നത്, എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഏതായാലും CPI, അതായത് ഇടതുമുന്നണിയിലെ പ്രമുഖ ഘടകകക്ഷി CPI അത്ര തൃപ്തിയിലല്ല. ബിനോയ് വിശ്വം പറയുന്നുണ്ട് മുഖ്യമന്ത്രി, അതായത് LDFൻ്റെ നിലപാട് ശരിയായി ADGP അജിത് കുമാറിനെ ക്രമസമാധാന ചുമതല നീക്കിയെന്ന് പറയുന്നത് അവരുടെ ഉള്ളിലെ ആ ഒരു സങ്കടം എനിക്കൊക്കെ വ്യക്തിപരമായിട്ട് അറിയാം. കാരണം കൃത്യമായിട്ട് CPIക്കും വലിയൊരു ഒരു എന്താ പറയുക സന്തോഷമൊന്നുമില്ല ഇക്കാര്യത്തിൽ. എന്തുകൊണ്ട് മുഖ്യമന്ത്രി ADGP അജിത് കുമാറിനെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, എന്തൊരു കരുതലാണ് ആ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ് ട്രോൾ മഴയാണ്. സോഷ്യൽ മീഡിയ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ADGP അജിത് കുമാറിൻ്റെ ഫോട്ടോ ഒരു സൈഡിൽ, നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ പടം ഒരു സൈഡിൽ. എന്തൊരു കരുതലാണ് ആ മനുഷ്യന്. തീർച്ചയായും അതൊക്കെ ഇന്ന് ചർച്ചയാവുമെന്ന് കരുതുന്നു. നിയമസഭാ സമ്മേളനം പുരോഗമിക്കുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ്, കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ തത്സമയ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കോഴിക്കോട് വിഷൻ ചാനൽ വഴി വാർത്താപ്രഭാതം വഴി കണ്ടുപിടിക്കുന്നത്. ഈ ഒരു ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ വിഷയങ്ങളും പരാമർശങ്ങളൊക്കെ സഭാ രംഗത്തെ, സഭാതലത്തെ, അകത്തളത്തെ ചൂട് പിടിപ്പിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൂടി നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും വാർത്താപ്രഭാതം അർജുൻ, നമുക്ക് ഇന്ന് യാത്ര തിരിക്കാം അല്ലേ? തീർച്ചയായും അർജുൻ അവിടെ സമ്മതം തന്നിട്ടുണ്ട്. ഏതായാലും നാളെ രാവിലെ നമ്മൾ ഇതേ സമയത്ത് 9 മണിക്ക് വീണ്ടും കാണും. നിങ്ങളുടെ നാട്ടിലെ വിശേഷങ്ങളും ജനകീയ വിശേഷങ്ങളും മഴയും വെയിലും മഞ്ഞും വേനലും ഒക്കെ അടക്കം നമ്മൾ ചർച്ച ചെയ്യും. ഞങ്ങളും നിങ്ങളും പരസ്പരം സംസാരിക്കാൻ കഴിഞ്ഞിട്ടുള്ള, നിങ്ങളെ മനസ്സറിഞ്ഞുകൊണ്ട് സംസാരിക്കാൻ സാധിക്കുന്ന നിങ്ങളിൽ ഒരാളായി തന്നെയാണ് കോഴിക്കോട് വിഷൻ ടീം വർക്ക് ചെയ്യുന്നത്. വലിയ സന്തോഷം. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നാളെ ഇതേ സമയം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.